സമയം. ബാബു പുറത്തേക്ക് പോവുകയാണ്. നമുക്ക് ടൈം ബോംബ് അകത്ത് വയ്ക്കാം. ജയിച്ചു. 15 മിനിറ്റിനകം ടൈം ബോംബ് പൊട്ടും. ബാബുവും കാറും ക്ലോസ്. സാറിന്റെ ജന്മവൈരിയുടെ ദഹനം അങ്ങനെ കഴിയും. അവരെന്നെ വെല്ലുവിളിച്ചതല്ലേ. നമ്മുടെ യോഗം ഇന്ന് തന്നെ സമയവും കിട്ടി. വാ, നമുക്ക് പിന്തുടരാം. അതിദാരുണമായ കാർ അപകടം. ഈ നാട്ടിലെ പ്രസിദ്ധമായ ശ്രീവിലാസം കുടുംബത്തിലെ അവകാശിയായിരുന്ന ബാബു ഇന്നലെ രാത്രി ഒരു കാർ അപകടത്തിൽ നിര്യാതനായിരിക്കുന്നു. മൃതദേഹവും അദ്ദേഹം സഞ്ചരിച്ചിരുന്ന കാറും ഛിന്ന ഭിന്നമായി ചാമ്പലായിരിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ മരണത്തിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോ എന്നറിയാൻ പോലീസ് അധികാരികൾ അന്വേഷണം നടത്തി വരുന്നു. നമ്മൾ ജയിച്ചു. കരയാതെ മോളെ, ഇങ്ങനെ ജലപാനം കഴിക്കാതെ എന്റെ മോളെ എത്ര നാളിരിക്കും? ഇങ്ങനെ ഉമ്മനിനെ ഇറക്കാതെ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നു. ചത്തുപോയ ആൾ തിരിച്ചു വരുമോ അമ്മന്? തിരിച്ചു വന്നില്ലെങ്കിൽ എന്റെ ജീവനും അദ്ദേഹത്തിന്റെ പുറകെ പോകും. അയ്യോ, അങ്ങനെ പറയാതെ മോളെ. ബാബു, കുഞ്ഞമ്മേ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി വരാനുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. എന്തോ എന്റെ മനസ്സിനൊരു സ്വൈര്യതയുമില്ല പ്രസാദ്. രക്ഷിക്കേണ്ട രണ്ടുപേരും ഞങ്ങളെ വിട്ടുപിരിഞ്ഞു. ഇതിൽ കൂടുതൽ വന്നാലും നമ്മളല്ലേ സഹിക്കേണ്ടത്. കുഞ്ഞമ്മയെയും സുലുവിനെയും ആശ്വസിപ്പിക്കാനെങ്കിലും എനിക്ക് ശക്തി ഉണ്ടായാൽ മതിയായിരുന്നു. ഇനി ഈ വീട്ടിലെ കാരണവർ സാറാണ്. ഞങ്ങളെ രക്ഷിക്കാൻ പ്രാപ്തിയുള്ള ഒരേ ഒരാൾ പ്രസാദ് മാത്രമാണ്. മാനേജർ, എന്തോ ഇന്നു മുതൽ ഇവിടുത്തെ ഭരണ ചുമതല പ്രസാദിനെ ഏൽപ്പിക്കണം. ശരി. കുഞ്ഞമ്മേ, ആളെന്തരവും നോക്കാതെ കാര്യങ്ങൾ നിശ്ചയിച്ചാൽ ഞങ്ങളുടെ സ്വത്തിനെ പറ്റി ഞങ്ങൾ നിശ്ചയിച്ചോളാം. ഒരു കാര്യം, ഇവിടെയുള്ള എല്ലാ സ്ഥാപന രംഗമ സ്വത്തുക്കളും അമ്മിണിക്കുട്ടിയുടെയും സുലുകുഞ്ഞിന്റെയും പേർക്ക് എഴുതി വെച്ചിരിക്കുകയാണ് ബാബു അദ്ദേഹം. അതെന്നാ ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ. ബാബു അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് എഴുതി വക്കീലദ്ദേഹത്തെ ഏൽപ്പിച്ചതാണ്. എന്നാൽ അതിങ്ങ് എടുത്തുകൊണ്ട് വരും, ഞങ്ങളൊന്ന് കാണട്ടെ. സ്വത്ത് അമ്മയുടെ പേരിൽ എഴുതി വെക്കാൻ കാരണം നാട്ടുകാരറിയെ ആ പെൺകുട്ടിക്ക് ബാബു അദ്ദേഹം കല്യാണം നിശ്ചയിച്ചാണ്. ഓഹോ, എന്നാൽ മേപ്പടിയാൻ മരിച്ചപ്പോൾ പ്രമാണവും മരിച്ചു. താക്കോലെവിടെ? മിസ്റ്റർ പ്രസാദ്, ഇന്നു മുതൽ ശ്രീവിലാസത്തെ അധികാരി നിങ്ങളാണ്. ഇതാ താക്കോൽ.
ബാബു ബാബു ഇപ്പോഴെങ്ങനെയുണ്ട്? അകത്തേക്ക് വരാം. എന്താ കുഞ്ഞമ്മ, പേടിച്ചു പോയില്ലേ? ഡോക്ടർക്ക് എന്താ തോന്നുന്നു? പേടിക്കാനൊന്നുമില്ല. തലയ്ക്ക് മുറിവ് പറ്റിയതുകൊണ്ട് ഓർമ്മശക്തി കുറഞ്ഞതാണ്. ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിനെ തിരിച്ചുകൊണ്ട് തന്നത്. ബാബു ബാബു ആരെല്ലാമാണ് വന്നത് നോക്കൂ. ഇതാ കുഞ്ഞമ്മ, അനിയത്തി സുലു, നമ്മുടെ മാസ്റ്റർ, അമ്മാവൻ. ശങ്കരൻ ജയിച്ചു. ഇനി സാവധാനത്തിൽ ഓർമ്മശക്തി വന്നുള്ളൂ. ദയവ് ചെയ്ത് എന്റെ അനുവാദമില്ലാതെ ഇവിടെ വന്ന് ആരും ബാബുവിനെ ശല്യപ്പെടുത്തരുത്. പ്ലീസ് ഗോ. ശങ്കര, ഇനി ശങ്കരൻ വേണം എല്ലാം ഗവനിക്കാൻ. ഓർമ്മ കിട്ടുന്നതുവരെ ബാബുവിനോട് സംസാരിക്കാൻ ആരെയും അനുവദിക്കരുത്. എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു തരാം. വരൂ. ഇപ്പോഴാണ് ഞങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടിയത്. അദ്ദേഹത്തിന് വല്ല മുറിവോ ദണ്ണമോ പറ്റിയിട്ടുണ്ടോ ചേട്ടാ? പുറത്തൊന്നും കാണാനില്ല. പിന്നെന്തുവാ കൂടെ കൂടെ ഒരു ഓരോ പശു പോലെ വരിക. തലയ്ക്ക് മറ്റോ അടിയുണ്ടോ മറ്റോ ഉണ്ടായിരിക്കും. കാണമാറന്മാരും അവരുടെ തലയിൽ ഇടിച്ചേ വിടട്ടെ. ചേട്ടാ, എന്നെ പറ്റി വല്ലതും ചോദിച്ചു? അയ്യോ, ചോദിച്ചോന്നു. ഓർമ്മ അങ്ങോട്ട് വീണപ്പോ തൊട്ട് അമ്മിണി 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 ഇങ്ങനെ നാമം ചോദിച്ചോണ്ടിരിക്കുക. അതേ വെച്ച് എന്നെ ചോദിച്ചു പറഞ്ഞയച്ചേ. അമ്മേ, നമുക്കുടനെ പോവാം. ഇപ്പോഴേ ആഴപ്പാട് ഇവിടെ ഒരു അന്തരീക്ഷമാണ്. ആളുകൾ വരുന്നു പോകുന്നു വരുന്നു. അത് നമ്മുടെ പഴവങ്ങാടി ഗണപതി പോയിന്റ് ബസ് സ്റ്റാൻഡിലെ ആള് കൂടിയുള്ള ഒരു ഫുൾ ടാങ്ക് അവിടെ. എന്നാലും മോളെ, നമുക്ക് 3-4 ദിവസം കഴിഞ്ഞിട്ട് പോവാം. എനിക്കൊന്ന് കണ്ടാ മതിയായി. പാസഞ്ചേഴ്സ് കുറയുമ്പം ഞാൻ ഇങ്ങോട്ട് വരാം. ഞാൻ വന്ന് പറയാം. അപ്പൊ നമുക്ക് ഞാൻ വരാം. അമ്മേ, എന്താ മോളെ? എന്താടി പറ മോളെ. ഒന്നുമില്ല. മരിച്ചവൻ തിരിച്ചു വന്നിരിക്കുന്നു. ഇറ്റലിയിൽ കാർ ആക്സിഡന്റിൽ മരിച്ച ഗോളിയാസ് എന്നയാളെ ബന്ധുക്കൾ ഒരു പെട്ടിയിലാക്കി സമുദായ വിധിപ്രകാരം ശ്മശാനത്തിൽ അടക്കം ചെയ്തു. എന്നാൽ 3-ാം ദിവസം ഗോളിയാസ് വീട്ടിൽ ജീവനോടെ തിരിച്ചു വന്നിരിക്കുന്നു. അപ്പോ ബാബുവിന്റെ കാര്യവും അങ്ങനെ തന്നെ ആണല്ലോ. മാസ്റ്ററെ, എനിക്കെന്തോ ആകപ്പാടെ ഒരു ഭയം. മരിച്ചവൻ തിരിച്ചു വരുമോ? ഈ പേപ്പർ ന്യൂസ് മാതിരി വല്ലതും ആയിരിക്കുമോ കുഞ്ഞമ്മേ? ചില ദുർമരണത്തിലെ പ്രേതങ്ങൾ കർത്തവാവ് വരെ വേണ്ടപ്പെട്ടവരുടെ കൂടെ നടക്കാറുണ്ട്. ഒരു 4 ദിവസം കൂടി കഴിഞ്ഞുകൊള്ളട്ടെ. ഈ വന്നിരിക്കുന്ന ബാബു പ്രേതമാണോ അസലാണോ എന്ന് അപ്പോഴറിയും. ഡയറി തിരിച്ചും മറിച്ചൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നേ പഴയ ഓർമ്മകൾ പുതുക്കുകയാണോ? അല്ല, ഈ ഡയറിയുടെ ഉപയോഗം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഈ ഡയറി വായിച്ചാൽ എന്റെ ജീവചരിത്രം ആർക്കും മനസ്സിലാകും. എനിക്ക് എവിടെന്നെങ്കിലും ഒരു ഡയറി കളഞ്ഞു കിട്ടിയായിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിൽ ഒന്ന് എഴുതായിരുന്നു. ആട്ടെ, എന്റെ തിരിച്ചുവരവിനെ പറ്റി ഇവിടെയുള്ളവർ എന്ത് വിചാരിക്കുന്നു? അല്ലേ, ചത്തയാള് തിരിച്ചു വന്ന് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? വളരെയധികം രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എനിക്ക് ഈ അപകടം എങ്ങനെ ഉണ്ടായി, ഇതിന് കാരണക്കാർ ആരാണ്? ആരെങ്കിലും സംശയമുണ്ടോ? എനിക്കൊന്നും ഓർമ്മയില്ല. ഞാനിങ്ങനെ കാറിൽ പോയതായി എനിക്കറിയാം. എന്നാ ക്ഷമിച്ചാട്ടെ. വിളക്കിൽ ഈയാമ്പാറ്റ വന്ന് വീഴുന്ന പോലെ ഇവന്മാര് നമ്മുടെ മുമ്പ് വന്ന് വീഴും. നമ്മൾ ഒന്നും അറിയാത്ത ഭാവത്തിലിരുന്നാൽ മതി. വിചാരിച്ചിരിക്കാത്തത് നടന്നു. ഇനി സൂക്ഷിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. ബാബുവിന്റെ തലക്ക് ഓർമ്മ വരുന്നതിന് മുൻപ് പിടി നമ്മുടെ കയ്യിലിരിക്കണം. അവിടാണ് താളം തെറ്റുന്നത്. നമ്മളെ രണ്ടുപേരെയും വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയതല്ലേ, കണ്ടിട്ട് ആ ഓർമ്മയേ ഇല്ലല്ലോ. നിങ്ങൾ ഇനിയും ഭ്രാന്ത് പറയാതിരിക്കൂ മാസ്റ്ററെ. അവൻ മനസ്സിലാക്കുന്നവനാണെങ്കിൽ അമ്മാവനെയും മാസ്റ്ററെയും ഇവിടെ ഒന്ന് പറഞ്ഞേക്കുമായിരുന്നു. ആ, അമ്മാവനും മാസ്റ്ററും എന്റെ മരണത്തിന് വന്നതല്ലേ, ഇനി നിങ്ങൾക്ക് പോകാം. അതോ 16 അടിയന്തരത്തിന്റെ സദ്യയൂണും കഴിഞ്ഞേ പോകൂ എന്ന മറ്റോ ഉണ്ടോ? കുഞ്ഞമ്മേ, ഇവർ രണ്ടുപേരും മേലാളിനകത്ത് കയറാൻ പാടില്ല. അതായത് നിങ്ങളുടെ പേരുള്ള 144 പഴയ 144 ബാബുദ്ദീൻ പിൻവലിച്ചിട്ടില്ല എന്ന അർത്ഥം.
മാഷേ അതെ ഈ അമ്മാവനെ വിളിച്ചോണ്ട് പോയി ചണ്ടി ഇവിടെ തില്ലാന മോഹനാമ്പാളം ഒന്ന് പറഞ്ഞു കൊടുത്തട്ടെ. ഞങ്ങളത്ര തെണ്ടികളൊന്നുമില്ല കേട്ടോ. ഒന്നോട്ടെ മാഷ. പിന്നെ മാസം മാസം തന്നോട്ടിരുന്ന പണം അതെല്ലാം മുറക്കി കിട്ടിക്കൊള്ളു. എന്നാ ഒരു 10 റുപ്പീസ് അടുത്ത മാസം പിടിച്ചോളണം. ഇപ്പൊ മനസ്സിലായി തെണ്ടികളെല്ലാം. എന്റെ മഹാഗണപതി നല്ല കുടുംബത്തിലും ഇങ്ങനെ ഇത്തിക്കണ്ണികൾ ഉണ്ടാവുമല്ലോ. വന്നോട്ടെ മാഷ. എസ്റ്റേറ്റ് വിൽക്കണമെന്ന് പറഞ്ഞ കാര്യം പിന്നെ ഒന്നും എസ്റ്റേറ്റ് വിൽക്കുന്ന കാര്യം എസ്റ്റേറ്റ് വിൽക്കുന്ന കാര്യം പിന്നെ ഇവിടുത്തെ ഈ അന്തചിത്രങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് പോരായോ? അല്ല അന്ന് ഉടൻ ചിറ്റ് ബാംഗ്ലൂർക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാണ്. ബാംഗ്ലൂർ പോയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാം. അതിനുശേഷം മതി. ശരി സാർ. കുഞ്ഞമ്മൻ നിന്ന് ബട്ട്ലറുടെ വേഷത്തിൽ വന്നിരിക്കുക. പിന്നെ എന്റെ കാര്യങ്ങളൊക്കെ വേറെ ആര് നോക്കാനാ? ഇത് കാഫിയല്ലേ? ഞാൻ കാപ്പി കുടിക്കില്ലല്ലോ കുഞ്ഞമ്മേ. മാറിപ്പോയി. ഇതാ പാല്. ഓ എനിക്കെല്ലാം ഓർമ്മയുണ്ടോന്ന് കുഞ്ഞമ്മ എന്നെ പരീക്ഷിക്കായിരിക്കും. ചുമ്മാ ഒരു ട്രയൽ ആക്സിഡന്റിന് ശേഷം ഭാവോദ്യത്തിന് വല്ല മാറ്റങ്ങളും വന്നിട്ടുണ്ടോ എന്ന് ട്രയൽ. വരട്ടെ. എന്ത് പറയുന്നു? എനിക്കിപ്പോ ഒരു തീരുമാനം അറിയണം. എനിക്കിപ്പോൾ 1 ലക്ഷം രൂപ തരണം. 15 ദിവസം കഴിഞ്ഞ് തിരിച്ചു തരാം. തിരിച്ചു തരികയേ വേണ്ട. എന്റെ മകളെ വിവാഹം കഴിക്കാമെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി. ടെമ്പററി മൂപ്പറുടെ മോളെ ഞാൻ കല്യാണം കഴിച്ചാൽ മതിയോ? മര്യാദകൾ പറഞ്ഞേക്കരുത്. ചവിട്ട് വാങ്ങിക്കും. അമ്മാവാ ഇത് എല്ലാം ചവിട്ടിയാൽ കാലൊടിഞ്ഞു പോവും. ക്ഷമിക്കണം അമ്മാവ. 100 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാലും നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കാൻ സാധ്യമല്ല. എന്റെ ഹൃദയം ഒരു ദേവതയ്ക്ക് കാഴ്ചവെച്ചു പോയി. എന്നാൽ ആ ദേവതയോട് നിങ്ങളുടെ ആവശ്യത്തിന് 1-2 ലക്ഷം രൂപ തരാൻ പറ. ചോദിച്ചാൽ 1 10 ലക്ഷം തരും. പക്ഷേ ഞങ്ങളുടെ അന്തസ്സ് വിചാർത്തതല്ല. അണ്ണാ കട്ട നിലയില്ലാതെ മുങ്ങാൻ പോകുമ്പോഴാണ് അന്തസ്സ് നോക്കുന്നത്. അതറിയണ്ട. എനിക്ക് ലണ്ടനിൽ ഒരു ബാങ്കിൽ അടയ്ക്കാനുള്ളതാണ്. ഒരാഴ്ചയ്ക്ക് അടച്ചില്ലെങ്കിൽ എന്റെ വിദേശ വ്യാപാരം മുഴുവൻ നഷ്ടപ്പെടും. എന്റെ സ്നേഹിതൻ അമീർ പാഷ ഈ സ്ഥലത്തില്ല. എന്നാൽ ഞാൻ യാത്ര. മേലാൽ ഈ കല്യാണമായിട്ട് ഇങ്ങോട്ട് വരരുത്. തന്റെ പണം അമ്മയെ കൊണ്ടുപോകും, പെണ്ണിനെയും തട്ടി കൊണ്ടുപോകും. അയ്യോ ഡാളി, പണം ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചുകൂടെ? അപ്പോ കുഞ്ഞിതെല്ലാം കേട്ടുകൊണ്ടിരുന്നോ? കേട്ടു. പ്രസാദിന്റെ ആവശ്യം എന്റെയും ആവശ്യമാണ്. എങ്കിലും അദ്ദേഹം ചോദിക്കുന്നത് ഒരിക്കലും തെറ്റില്ല. നിങ്ങൾക്കെങ്കിലും എന്നോട് ചോദിച്ചുകൂടെ? പ്രേമം ഒരു കച്ചവടമാക്കി ലാഭം ഉണ്ടാക്കാൻ ഞാൻ ശീലിച്ചിട്ടില്ല. ഈ ബുദ്ധിമുട്ടിൽ സഹായിക്കേണ്ടത് എന്റെ കടമയല്ലേ? ദാറ്റ് ഈസ് റിയൽ ലവ്. ഞാൻ ഇപ്പോൾ തന്നെ പോയി അമ്മയോട് പറഞ്ഞു വേണ്ടത് ചെയ്യാം. അമ്മ എന്നെ തെറ്റിദ്ധരിക്കില്ലേ? Never. ഒരാഴ്ചക്കകം നമ്മൾ തിരിച്ചു കൊടുക്കാം. ഓക്കെ, വിവരത്തിന് ഞാൻ ഫോൺ ചെയ്യാം. താങ്ക് യു. ഒരു കൊമ്പ പിടിച്ചാലും പുളിങ്കൊമ്പ പിടിക്കണം. എങ്കിലും നമ്മുടെ കാര്യം ജയിച്ചോ? നമ്മുടെ നാടകം തകർത്തു. സന്ധ്യയ്ക്ക് മുൻപ് 1 ലക്ഷം ഇവിടെ എത്തും. എന്തായാലും ഹൃദയമുള്ളൊരു പെണ്ണ്. നമുക്കൊരു ലാറ്റിൽ നടത്തിയാലോ? എങ്ങനെ? 1ാം സമ്മാനം ഒരു മധുര 17കാരി. 2ാം സമ്മാനം 25 വയസ്സ് പ്രായമുള്ള ഒരു ഭാര്യ. 3ാം സമ്മാനം ഒരു തൈക്കലവിയും 2 ആമ്പിള്ളറും. ടിക്കറ്റ് 10 റുപ്പീസ്. അതൊക്കെ പറയടൂ. പുറത്തു വിട്ടാൽ നീ അതും തുടങ്ങും. ചേട്ടാ, ശങ്കരൻ ചേട്ടാ, എടീ നീ എന്തിനിവിടെ വന്നു? ബാബു അദ്ദേഹത്തിനെ കാണാൻ. അവനിവിടെ ഇല്ല. ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് വന്നത്. ഇല്ലെന്ന് ഞാനാണ് പറയുന്നത്. എന്നെ വരാൻ പറഞ്ഞതാണ്. ഇത് സത്ര ഹോട്ടലോ മറ്റോ ആണോ കണ്ട പെണ്ണുങ്ങൾക്കൊക്കെ കയറി ഇറങ്ങാൻ? ഞാൻ അങ്ങനെ ജീവിക്കുന്നവളല്ല. അദ്ദേഹത്തെ കാണാനുള്ള അവകാശം എനിക്കുമുണ്ട്. കണ്ടവന്റെ കൂടെ ശൃംഗരിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കയറി വന്നിരിക്കുന്നു. അതിന്റെ പ്രതിഫലം പറ്റാൻ പോയി ഇവിടുന്ന്. അമ്മണി, വരൂ അമ്മണി. എന്നെ കാണാൻ വന്നവരെ ശകാരിക്കാൻ കുഞ്ഞമ്മയ്ക്ക് അധികാരമില്ല. കണ്ട പെണ്ണുങ്ങളെ അസമയത്ത് വീട്ടിനകത്ത് വിളിച്ചു കയറ്റിയാൽ അത് ഞങ്ങൾക്ക് ആക്ഷേപം. എന്റെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാൻ ഈ വീട്ടിൽ ആർക്കാണ് ധൈര്യമുള്ളത്? എന്നെ ഇഷ്ടമില്ലാത്തവർക്ക് ഈ വീട്ടിൽ നിന്നും എപ്പോ വേണമെങ്കിലും പോകാം. വരൂ അമ്മണി, വരൂ.
എന്റെ ദൈവമേ, എനിക്കിതൊക്കെ കാണാൻ ഇടയായല്ലോ. കുഞ്ഞമ്മക്ക് ഈയിടെയായിട്ട് പറഞ്ഞ ദേഷ്യമാണല്ലോ. ആർക്കറിയത്? ബാബു സാർ എന്റെ മിസ്സസ് ബാബു സാർ. അവന്റെ പേടിക്കണ്ട, അയ്യോ, ഇതെന്തോന്നാ? ഇത് പിയാനോയാണ്. ഇതെന്തിനുള്ളതാണ്? എനിക്ക് മനസ്സിന് ഉന്മേഷം തോന്നാൻ വേണ്ടി ചിലപ്പോഴൊക്കെ ഞാനത് വായിക്കാറുണ്ട്. എന്നാ ഞാനൊന്ന് കേൾക്കട്ടെ. അങ്ങേ കാണാതെ എന്റെ മനസ്സ് വല്ലാതെ വിഷമിച്ചിരിക്കേ. ശരി.